അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പൊ ഹോമിങ് അറേഞ്ച് ചെയ്ത ആ ഒരു ഫംഗ്ഷൻ നടക്കാണ്. അവിടെ കറക്റ്റ് ഇവൻ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സിബ്ലിങ്സും എത്തിയിട്ടുണ്ട്. ഈ ബ്രദറിന്റെ പേര് ലിയാങ് എന്നാണ്, ഈ ഒരു ലേഡിയുടെ പേര് ജിയാങ്. ബ്രദർ അത്യാവശ്യം ഒരു ലേഡീസ് ചൈവയ്ക്കുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഈ ലേഡി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അതേ ഫംഗ്ഷനിലേക്ക് തന്നെ ഫാങ്ങും എത്തിയിട്ടുണ്ട്. ഇവരാണെങ്കിൽ നേരെ മിസ് ജിയാങ്ങിനോട് സംസാരിക്കാനായിട്ട് ചെല്ലുന്നു. പക്ഷെ അവരാണെങ്കിൽ വലിയ മൈൻഡ് ഒന്നും കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവളെ നേരെ ലിയാങ്ങിന്റെ അടുത്തേക്ക് വരുന്നു. ഇവനൊരു പ്ലേ ബോയ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഇവളെ ഇതിനു മുന്നേ ഇവന് പരിചയമുണ്ട്. സോ ഇവളെ കണ്ട് ലിയാങ്, അല്ല നീ എപ്പോഴാ നാട്ടിലേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവളും കുറച്ച് നാളായി, ഞാൻ ഒരുപാട് നാളായിട്ട് വിചാരിക്കാം നിങ്ങളെ വന്ന് കാണണമെന്ന്. പക്ഷെ എന്റെ അച്ഛൻ പറഞ്ഞത് നിങ്ങൾ ന്യൂയോർക്കിലാണെന്ന്, അതുകൊണ്ട് ഞാൻ പിന്നെ കോൺടാക്ട് ചെയ്യാതിരുന്നത് എന്ന് പറയുന്നു. സോ അങ്ങനെ ലിയാങ് ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്ന സമയത്ത് ഹോമിങ് ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നത് ഫാങ് ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്റ്റാഫിനോട് ടൊമാറ്റോ സോസും ഹണിയും തരാനായിട്ട് പറയാണ്. എന്നിട്ട് അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇവനോട്, ഇത് കുടിച്ചിട്ട് എത്ര ഡ്രിങ്ക്സ് കഴിച്ചാലും നാളത്തേക്ക് ഒരു ഹാങ് ഓവർ ഉണ്ടാവില്ല, ഇതതിനെ ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞ് ലിയാങ്ങിന് ആ ഒരു മിക്സ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് കാണുന്ന സമയത്ത് ഹാമിങ് ആണെങ്കിൽ പഴയ ഒരു കാര്യം ഓർക്കാണ്. അതായത് ഇവന് മുന്നേ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഇവരാണെങ്കിൽ റിലേഷനിലായിരുന്ന സമയത്ത് പാർട്ടിക്കും കാര്യങ്ങളൊക്കെ പോകുന്നതിന് മുന്നേ ഇവളാണെങ്കിൽ ഇവന് ഈ ഒരു മിക്സ് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ഇവൻ ഫസ്റ്റ് ആ ഒരു കാര്യം കേൾക്കുന്നത് ഇവന്റെ ആ ഒരു ഗേൾ ഫ്രണ്ടിന്റെ അടുത്തു നിന്നാണ്. സോ ആ ഒരു കാര്യം ഇപ്പോ ഈ ഒരു സീൻ കാണുമ്പോൾ ഇവന് ഓർമ്മ വരികയാണ്. ലിയാങ്ങും ഇവള് കൊടുക്കുന്ന ആ ഒരു സംഭവം വാങ്ങി കുടിക്കുന്നു. എന്നിട്ട് ഇവളാണെങ്കിൽ ഇവന്റെ കാലിൽ കുറച്ച് ഡ്രിങ്ക്സ് വീണു എന്ന് പറഞ്ഞിട്ട് ടിഷ്യൂ എടുത്ത് തുടച്ചു കൊടുക്കാണ്. അപ്പൊ ഇവളാണെങ്കിൽ ഭയങ്കര വിനയത്തോടു കൂടി പെരുമാറുന്നത് കാണുമ്പോൾ ലിയാങ്, ഇതിന്റെ ആവശ്യമൊന്നുമില്ല, ഇത് എനിക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇവള് സോപ്പിടാനായിട്ട് ഭയങ്കര കൊഞ്ചിയാണ് ഇവനോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവനും, നീ ഫ്രീ ആണെങ്കിൽ എന്റെ ഫ്രണ്ട്സിനൊക്കെ തന്നെ പരിചയപ്പെടുത്തി തരാം, നീ വന്നാൽ മതി എന്ന് പറയുമ്പോൾ ഇവളും ഓക്കെ പറഞ്ഞിട്ട് ഇവനെ ഇവന്റെ ഫ്രണ്ട്സ് വിളിക്കുന്നത് കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഹാമിങ് ആണെങ്കിൽ ഇവളോട് വന്ന്, നീ എന്തിനാ അവന്റെ ഷൂ ഒക്കെ തുടച്ചെടുക്കാൻ പോയത് എന്ന് ചോദിക്കുമ്പോൾ ഇവള്, എനിക്ക് പുള്ളിയെ ഒരുപാട് നാളുകളായിട്ട് അറിയാം, എന്റെ അച്ഛൻ അറിയാവുന്ന ഫാമിലിയാ, ഞാനിപ്പോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം ചെയ്തത് എന്ന് പറയുമ്പോൾ ഹാമിങ്, നീ ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ് അവരൊരിക്കലും നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല, അവൻ നിന്നെ യൂസ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ, അവന്റെ സ്വഭാവം ഞാൻ പറയാതെ തന്നെ നിനക്ക് അറിയാവുന്നതല്ലേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവനെ ഹെൽപ്പ് ചെയ്തേ മതിയാവും, എനിക്ക് അതിലൊന്നും യാതൊരുവിധ പ്രശ്നമില്ല, എന്നെ കുറിച്ച് ഓർത്ത് വരിയിലാവണ്ട എന്ന് പറഞ്ഞിട്ട് പോവാണ്. ഹാമിങ് പറയുന്നത് കേൾക്കുന്നില്ല. അതിനുശേഷം ഹാമിങ് ആണെങ്കിൽ ജിയാങ്ങുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഷോയാൻ ആണെങ്കിൽ ഒരു റിപ്പോർട്ടറിന്റെ വേഷത്തിൽ അങ്ങോട്ടേക്ക് വരികയാണ്. ഹാമിങ്ങും ഇവളോട്, നീ എന്താ ലേറ്റ് ആയത് എന്ന് ചോദിക്കുമ്പോൾ ഇവള്, എനിക്ക് ഇപ്പോഴാണ് ജോലി കഴിഞ്ഞത്, ഫുള്ള് ബിസി ആയിരുന്നു എന്ന് പറയുമ്പോൾ ഹാമിങ് ജിയാങ്ങിന് ഇവളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു, ഇതെന്റെ വൈഫാണ് എന്ന് പറഞ്ഞിട്ട് ഇവളും ഇവരെ പരിചയപ്പെടുന്നു. പക്ഷെ ആ ഒരു സമയത്ത് ലിയാങ് ആണെങ്കിൽ ഷുയാനെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വായി നോക്കുന്നുണ്ട്. അപ്പൊ ഇവരാണെങ്കിൽ ഇവളോട്, അല്ല എന്താ ഈ ഡ്രസ് ഇട്ട് പാർട്ടിക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവള്, എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല, നേരെ ഇങ്ങോട്ടാ വന്നത്, സോറി എന്ന് പറയുമ്പോൾ ഇവര്, ഇല്ല അത് കുഴപ്പമില്ല, ഇത് നല്ല ഡ്രസ്സ് തന്നെയാ എന്ന് പറഞ്ഞിട്ട് ഇവര് ഈ ഡ്രസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങോട്ട് ഇവളോട് പറയാണ്. ഇത് വാട്ടർ പ്രൂഫ് ആണ്, ഏത് സമയത്തും ഇടാൻ ഹെൽപ്പ് ചെയ്യും, എല്ലാ കാര്യങ്ങളും ക്യാരി ചെയ്യാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ ഈ അന്തരീക്ഷത്തിന് ഈ ഡ്രസ്സ് ചേരില്ല, എന്റെ കയ്യിൽ വേറൊരു സ്പെയർ ഉണ്ട്, അത് വേണമെങ്കിൽ തരാം എന്ന് പറഞ്ഞിട്ട് ഇവളെ വിളിച്ചോണ്ട് പോകുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ഫാങ് കാണുന്നുണ്ട്. ഇവള് ഫസ്റ്റിലെ തന്നെ ആ ഒരു ലേഡിയോട് അടുക്കാൻ ചെന്നതാണല്ലോ, പക്ഷെ നടന്നില്ല. സോ ഇപ്പോൾ ഷൂയാൻ അവരെ കയ്യിലെടുത്തത് കൊണ്ട് തന്നെ ഇവൾക്ക് അതിന്റെ ഒരു അസൂയ ഫീൽ ആവുന്നുണ്ട്. അതിനുശേഷം ഷൂയാൻ ആണെങ്കിൽ ഇവരെ കൊടുത്ത ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി അങ്ങോട്ടേക്ക് വരുമ്പോ ഇവര്, നിനക്ക് ഈ ഒരു ഡ്രസ്സ് വളരെ നന്നായിട്ട് ചേരുന്നുണ്ട്, എന്തായാലും മിസ്റ്റർ ഹോമിങ് ഭയങ്കര ഭാഗ്യവാനാണ്, ഇത്രയും സുന്ദരമായിട്ടുള്ള ഒരു വൈഫിനെയാണല്ലോ കിട്ടിയത്, നിങ്ങൾ നിങ്ങളുടെ ജോലി നന്നായിട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഹസ്ബൻഡിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നിങ്ങളൊരു പെർഫെക്റ്റ് വൈഫ് തന്നെയാണ് എന്ന് പറയുമ്പോൾ ഇവള്, എനിക്ക് ഒരിക്കലും എന്റെ ഹസ്ബൻഡിന്റെ പുറകിൽ നിൽക്കുന്ന സ്ത്രീ ആയിരിക്കാൻ ഒരു താല്പര്യമില്ല, എനിക്ക് എന്റെ കഴിവ് കൊണ്ട് സ്വന്തമായിട്ട് മുന്നോട്ട് വരാനാണ് താല്പര്യം, എവിടെയും എന്റെ കഴിവ് കൊണ്ട് ഉയർന്നു വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതല്ലേ നല്ലത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് നിങ്ങൾ ഒരിക്കൽ പറഞ്ഞൊരു കാര്യം ഓർമ്മ വരുന്നുണ്ട്, നമ്മൾ എപ്പോഴും സ്വന്തം കാലിൽ നിൽക്കണം, സ്വന്തമായിട്ടൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കണം. ആ ലൈൻസ് വായിച്ചത് മുതൽ എന്റെ ഹൃദയത്തില് ആ വരികള് ആഴത്തിൽ പതിഞ്ഞു പോയതാണ് എന്ന് പറയുമ്പോൾ ഇവര്, അപ്പോ നമ്മളെ കണ്ടുമുട്ടുന്നതിന് മുന്നേ എന്നെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയല്ലേ, എന്നെ നന്നായിട്ട് പഠിച്ചാൻ തോന്നല്ലോ, അപ്പോ ആ റിപ്പോർട്ടറിന്റെ യൂണിഫോം ഇട്ട് വന്നതും എന്നെ പഴയകാലം ഓർമ്മിപ്പിക്കാൻ വേണ്ടി ആയിരുന്നല്ലേ, ശരി ശരി നീ എന്തായാലും വിജയിച്ചു, ഞാൻ എന്തായാലും ഇംപ്രസ് ആയി എന്ന് പറയുമ്പോൾ ഇവള് പെട്ടുപോവാണ്. ഈ ഒരു ലേഡിയെ ഇംപ്രസ് ചെയ്യിപ്പിക്കാനായിട്ട് മുന്നേ തന്നെ ഹോമിങ് ഇവളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരു ദൗത്യം. ആ ഒരു രീതിയിലാണ് ഇവളെ ഫസ്റ്റിലെ തന്നെ ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് വന്നതും ഒരു ഫെമിനിസ്റ്റ് എന്ന രീതിയിലൊക്കെ സംസാരിച്ചതും. അപ്പൊ ഇവരാണെങ്കിൽ ഇവള് വിഷമിക്കുന്നത് കാണുമ്പോ ഇവളോട്, നീ ടെൻഷൻ അടിക്കണ്ട, നീ വിജയിച്ചു, കാരണം എനിക്ക് നിന്നെ കുറച്ചു മുന്നേ കണ്ടപ്പോ എന്റെ പഴയ പാസ്റ്റ് ആണ് കാണാൻ സാധിച്ചത്, ഞാൻ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് നീ സംസാരിച്ചതും പെരുമാറിയതും എന്ന് പറയുമ്പോൾ ഇവൾക്കും സന്തോഷമായിട്ട്, ഞാൻ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇവരാണെങ്കിൽ ഈ ഒരു ബിസിനസ് ഫീൽഡിലേക്ക് വരുന്നതിന് മുന്നേ പണ്ട് ഒരു റിപ്പോർട്ടർ ആയിരുന്നു. ആ ഒരു കാലത്ത് ഇവര് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ ന്യൂസിന്റെയും ഫോട്ടോസ് ഇറങ്ങിയ ഒരു ആൽബം ഷോയാൻ ഇവർക്ക് ഗിഫ്റ്റ് നൽകുകയാണ്. കുറച്ചു മുന്നേ കണ്ടതൊക്കെ ആക്ടിങ് തന്നെയായിരുന്നു, പക്ഷെ ഞാൻ എന്റെ കരിയർ തുടങ്ങിയത് തന്നെ ഒരു റിപ്പോർട്ടർ ആയിട്ടാണ്. ആ സമയങ്ങളിലൊക്കെ ഞാൻ നിങ്ങളുടെ സാഹസികതകൾ നിറഞ്ഞ സ്റ്റോറീസ് ഒക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്.
ഞാൻ നിങ്ങളുടെ വലിയ ഫാനായിട്ടുള്ള വ്യക്തിയാണ്. നിങ്ങൾ അന്നും എന്റെ റോൾ മോഡൽ തന്നെ ആയിരുന്നു പല ഘട്ടങ്ങളിൽ. ഇതൊക്കെ കുറച്ച് അധികം പഴയ ഫോട്ടോസ് തന്നെയാണ്. ഇതൊക്കെ ഞാൻ പണ്ടേ കളക്ട് ചെയ്ത് വെച്ച കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് ഇവർക്ക് ഇത് ഗിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവരുടെ പഴയ ആ ഒരു ലൈഫ് ആണല്ലോ അതില് ഫുള്ള് ഉള്ളത്. അത് കാണുമ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ ഇവളോട് എനിക്ക് ഗിഫ്റ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നിവർ പറയാണ്. അപ്പൊ ഇവിടെ ഫാങ് ആണെങ്കിൽ ലിയാങ്ങിനോടൊപ്പം വന്നിട്ട് അവന്റെ ഫ്രണ്ട്സുമായിട്ട് പരിചയപ്പെടലും നടത്തി ആ രീതിയിൽ ചിയോസൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ വെള്ളം അടിച്ചോണ്ടിരിക്കുകയാണ്. അവൾ കാണിക്കുന്ന ആ ഒരു സാഹസികതകൾ എല്ലാം തന്നെ ഹോമിങ്ങും കാണുന്നുണ്ട്. അപ്പോഴേക്കും ഷോയാനാണെങ്കിൽ ഈ ഒരു ലേഡി ആയിട്ട് പുറത്തേക്ക് വരുന്നു. എന്നിട്ട് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ഓക്കെ ആണ് എന്ന് പറഞ്ഞിട്ട് ഹോമിങ്ങിന് സിഗ്നൽ നൽകുന്നു. ഇവനും സന്തോഷാവുകയാണ്. അപ്പോൾ ഷോയാനും ജിയാങ്ങും ആയിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്നതൊക്കെ ഫാങ് കാണുന്നുണ്ട്. അവൾക്കത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇവരുടെ അടുത്തേക്ക് ഹോമിങ് വരുമ്പോൾ ജിയാങ് ഇവനോട് ശരിക്കും ഷോയാനോട് സംസാരിച്ചപ്പോ എനിക്ക് എത്രയോ വർഷം ബന്ധമുള്ള ഒരു പഴയ ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെയാണ് ഫീൽ ആയത് എന്ന് പറയുമ്പോൾ ഹോമിങ്ങും അത് നല്ല കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ഷോയാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ ചെയ്തോടെ എന്ന് ചോദിക്കുമ്പോൾ ഇവള് തന്നെ ഷോക്കായി പോകുന്നു. കാരണം ഇവളുമായിട്ട് ഹോമിങ് അതിനെപ്പറ്റി ഒന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല. സോ ഇവരും ഇവളോട് എന്ത് ടൈപ്പ് ഇന്റർവ്യൂ ആണ് എന്ന് ചോദിക്കുമ്പോൾ ഷോയാനും ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള സ്ത്രീകളെ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു ഇന്റർവ്യൂ പ്രോഗ്രാം ആണ്. നിങ്ങൾ ഞാനുമായിട്ട് ഇന്റർവ്യൂ ഓക്കെ പറയുകയാണെങ്കിൽ അത് വലിയൊരു വിപ്ലവം തന്നെയായിരിക്കും. കാരണം നിങ്ങൾ പഴയ ജേർണലിസ്റ്റ് തന്നെയാണല്ലോ. താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് അത്ര താല്പര്യക്കേടൊന്നുമില്ല. ഇവർക്ക് ഓക്കെ ആണല്ലോ ഇവളുടെ അടുത്ത്. അതുകൊണ്ട് തന്നെ ഒരു ചിരിയിൽ അവരുടെ സമ്മതം അറിയിക്കുന്നു. അതിനുശേഷം ഇവിടെ ഫാങ് ആണെങ്കിൽ ഒരുപാട് മദ്യം കുടിച്ചത് കൊണ്ട് തന്നെ ഇപ്പോ കിടന്ന് വാള് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് ഹോമിങ് ഇവളുടെ അടുത്തേക്ക് വന്ന് നീ എന്തിനാ ഇത്രയൊക്കെ കഴിക്കാൻ പോയത് എന്ന് ചോദിച്ചിട്ട് ടിഷ്യൂ എടുത്ത് കൊടുക്കുന്നു. അപ്പൊ ഇവളാണെങ്കിൽ വളരെ സങ്കടത്തില് ഇവനോട് എനിക്ക് ഇന്ന് ഒരു കാര്യം മനസ്സിലായത്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഷുയാനെ ഇഷ്ടപ്പെട്ടതെന്ന് എനിക്ക് പോലും സാധിക്കാത്ത കാര്യമല്ലേ അവളെ കൊണ്ട് ഇന്ന് സാധിച്ചത്. എനിക്ക് ഇങ്ങനെ പോലും നിങ്ങളെ ഒരു തരത്തിലും ഹെൽപ്പ് ചെയ്യാനായില്ലല്ലോ. ഞാൻ ഇത്രയും യൂസ്ലെസ് ആയി പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവളെ സ്വയം കുറ്റപ്പെടുത്താൻ തുടങ്ങുമ്പോ ഹോമിങ് നീ ഒന്നും പറയണ്ട. നീ ഇപ്പൊ ഒരുപാട് കുടിച്ചിരിക്കുക. എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകുന്നതാണ് നല്ലത്. നീ ഇപ്പൊ സ്വയം കുറ്റപ്പെടുത്താനൊന്നും നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇവൾക്ക് ആ ഒരു ഹാങ് ഓവർ മാറാനായിട്ട് പാലോ തൈരോ കണ്ടൊക്കെ എടുത്തോണ്ട് വന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഇവന്റെ വക്കീലായിട്ടുള്ള ആ ഒരു ഹാൻ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടല്ലോ അവനോടൊപ്പം തന്നെയാണ് ഇവളെ വീട്ടിൽ ആക്കാനായിട്ട് പറഞ്ഞു വിടുന്നത്. ആ ഒരു സമയത്ത് ഇവളുടെ കയ്യിൽ നിന്നാണെങ്കിലും നഷ്ടപ്പെട്ടു പോയ ഒരു ബ്രേസ്ലെറ്റ് ഹോമിങ്ങിന് കിട്ടുന്നുണ്ട്. അവനത് എടുത്തു വെക്കുന്നു. അതിനുശേഷം ഇവരെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഹാൻ ആണെങ്കിൽ ഇവൾക്ക് പനിയുണ്ടോ എന്ന് നോക്കാനായിട്ട് വരുന്നു. പക്ഷെ ഇവളാണെങ്കിൽ കൈ തട്ടി മാറ്റാണ്. എന്നിട്ട് ഇവനോട് നീ എന്നെ ഇംപ്രസ് ചെയ്യാനാണ് നോക്കുന്നതെങ്കിൽ എന്റെ ഹൃദയം ഞാൻ ഓൾറെഡി തന്നെ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞു. അവിടെ ഇനി മറ്റാർക്കും സ്ഥാനമില്ല എന്ന് പറയുമ്പോൾ ഹാൻ ഇവളോട് നീ എന്തിനാ ഇങ്ങനെ സ്വയം നശിക്കുന്നത്. പുള്ളി കല്യാണം കഴിച്ച് ഒരു ഫാമിലി ആയിട്ട് ജീവിക്കാണ്. അതും അവരുടെ പ്രണയ വിവാഹമാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇനി ഒരിക്കലും ഒരു ചാൻസ് ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഇവള് നീ എന്നെ കുറിച്ച് ഓർത്ത് ആവലാതിപ്പെടണ്ട. ഞാനും പുള്ളിയായിട്ട് ആർക്കും വേർപിരിക്കാനാവാത്ത ഒരു ബോണ്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തായാലും സ്കോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവളൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. ശരിക്കും ഇവളും ഹോമിങ്ങായിട്ട് എന്താണ് റിലേഷൻ എന്ന് വെച്ചാല് നമ്മൾ മുന്നേ തന്നെ കണ്ടിരുന്നല്ലോ ഹോമിങ്ങിന് ഒരു പെൺകുട്ടിയായിട്ട് റിലേഷൻഷിപ്പ് ഉള്ളത്. അത് ലണ്ടനിൽ വെച്ചിട്ടായിരുന്നു. ആ ഒരു പെൺകുട്ടി മറ്റാരുമല്ല ഇവളുടെ സ്വന്തം ചേച്ചിയാണ്. ഇവളുടെ ചേച്ചിയും ഹോമിങ്ങായിട്ട് റിലേഷൻഷിപ്പ് ഉള്ള സമയം തന്നെ ഇവൾക്ക് ഹോമിങ്ങിനോട് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഹോമിങ് ആണെങ്കിൽ അന്നും ഇന്നും ഇവൾക്ക് ഒരു സിസ്റ്റർ എന്ന പരിഗണന മാത്രമാണ് നൽകിയിട്ടുള്ളത്. അപ്പോ ഇവിടെ ഹോമിങ് ആണെങ്കിൽ വീട്ടിൽ വന്നിട്ട് ഇവന് ആ ഒരു ബ്രേസ്ലെറ്റ് കിട്ടിയിരുന്നല്ലോ. സോ അതെടുത്തു വെച്ചിട്ട് ഇപ്പോ ഇവൻ ആ ഒരു പഴയ ഗേൾ ഫ്രണ്ട് ആയിട്ട് ഉണ്ടായിരുന്ന ഓർമ്മകളാണ് ഓർത്തെടുക്കുന്നത്. അവളോടൊപ്പമുള്ള നിമിഷങ്ങളാണ് ആ ഒരു ബ്രേസ്ലെറ്റ് കാണുന്ന സമയത്തൊക്കെ ഇവൻ ഓർമ്മ വരുന്നത്. പക്ഷെ അപ്പോഴേക്കും ഷുയാൻ വരുന്നത് കൊണ്ട് തന്നെ ഇവൻ ആ ഒരു ബ്രേസ്ലെറ്റ് പോക്കറ്റിലേക്ക് ഇടുന്നു. അവളെ കാണിക്കുന്നില്ല. ഇവളും ഇവനോട് വന്ന് ഉറങ്ങുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവനും അന്തേ ഉറങ്ങാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം ഇപ്പോൾ ഹാമിങ് ആണെങ്കിൽ ഇവരെ രണ്ടുപേരെയും കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഇവന്റെ ആ ഒരു പുതിയ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന കാര്യം ഇവരോട് പറയുമ്പോൾ ഈ ഒരു ലേഡി ആണെങ്കിൽ ഞങ്ങളോട് കോപ്പറേഷൻ നടത്താനായിട്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ വൈഫും ഞാനുമായിട്ട് ഒരു നല്ല ബന്ധം ഉണ്ടായി എന്ന് വിചാരിച്ച് ഞാൻ ഒരിക്കലും നിങ്ങളുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ലിയാങ്ങിനും അതേ അഭിപ്രായം തന്നെയാണ്. ഞങ്ങൾ എന്തിനു നിങ്ങളുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊരു ചോദ്യമാണ് ഹോമിങ്ങിനോട് ചോദിക്കുന്നത്. അപ്പോൾ ഹോമിങ്ങും ഇവരോട് നിങ്ങൾ മുന്നേ പറഞ്ഞതുപോലെ എന്റെ വൈഫുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും ഞാനുമായിട്ട് സഹകരിക്കുന്നു പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഞാനൊരു കാര്യം കാണിക്കാം എന്ന് പറഞ്ഞ് ഇവര് മൂന്നുപേരും നിൽക്കുന്ന ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പൊ ട്രെൻഡിങ് ആണ്. അത് ഇവരെ കാണിച്ചിട്ട് നമ്മൾ മൂന്നുപേരും നിൽക്കുന്ന ഫോട്ടോ പുറത്തു വന്നപ്പോ തന്നെ നിങ്ങളുടെ ഷെയർ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ഞങ്ങളുടെ ഷെയറിലും നല്ല വർധനവ് ഉണ്ടായിട്ടുണ്ട്. അപ്പോ നമ്മുടെ രണ്ട് കമ്പനികൾ തമ്മിൽ ഒരുമിച്ച് ഒരു പ്രോജക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് ഏത് ലെവലിലോട്ടായിരിക്കും എത്താൻ പോകുന്നത് അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവർ അവിടെ വീഴാണ്. സോ ഹോമിങ്ങും നിങ്ങൾ എന്തായാലും ഉടനെ തന്നെ എന്നെ വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നല്ല കോൺഫിഡന്റ് ആയിട്ട് ഇറങ്ങി പോവുകയാണ്. അത് ഇവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് ഹോമിങ് ആണെങ്കിൽ ഷുയാനെ കൂട്ടാനായിട്ട് വന്ന് ഇവൾക്ക് ഇപ്പോ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു.
അപ്പോ ഇവളും അത് കണ്ട് വീണ്ടും ഗിഫ്റ്റോ ഇതിപ്പോ എന്തിനാ എന്ന് ചോദിക്കുമ്പോ ഇവൻ മറ്റേ ആ ഒരു കമ്പനി ആയിട്ടുള്ള കോർപ്പറേഷൻ ഇവന് റെഡിയായി അത് ഓക്കെ ആയി. തീർച്ചയായും നീ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് അതിന് സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് നിനക്ക് ഈ ഒരു ഗിഫ്റ്റ് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞ് ഇവളെ നല്ല രീതിയിൽ പുകഴ്ത്തിയൊക്കെ സംസാരിക്കുമ്പോൾ ഇവൾക്ക് ഒരുപാട് സന്തോഷമാവാണ്. പക്ഷെ ഇവൾക്ക് ഉള്ളിന്റെ ഉള്ളില് നല്ല കുറ്റബോധം തോന്നുന്നു. കാരണം ഇവൻ ഇത്രയും ആത്മാർത്ഥമായിട്ടാണല്ലോ ഇവളോട് നിൽക്കുന്നത്. പക്ഷെ ഇവളാണെങ്കിൽ മറ്റൊരു രീതിയിൽ ഇവനെ ചതിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ അവൾക്ക് അത് നല്ല ഫീൽ ആവുന്നുണ്ട്. പക്ഷെ ഇവനോട് തുറന്ന് പറയാനോ ആവുന്നില്ല. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പോ ഷെൻ ആണെങ്കിൽ വീണ്ടും യുവിനെ കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ഇവന് നെഞ്ചുവേദനയാണ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ യു ആണെങ്കിൽ നെഞ്ചുവേദനയുടെ ചികിത്സയൊന്നും ഇവിടെയില്ല, അതിന് കാർഡിയോളജിയിൽ പോകണം, ഇത് ഓർത്തോയാണ് എന്ന് പറയുമ്പോൾ ഇവൻ നീ കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ട, ഞാൻ നിന്നെ കാണാൻ വേണ്ടി തന്നെ എത്തിയത്. ഇന്നെങ്കിലും നീ എന്നോട് സത്യം പറഞ്ഞേ പറ്റൂ. ലിനിയെ നീ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചേക്കുന്നത്? അവള് നീയായിട്ട് എന്താ ബന്ധം? അവൾ എന്തിനാ നീ ഇവിടെ പിടിച്ചു നിർത്തിയേക്കുന്നത്? എന്നെ നീ അങ്ങനെ ഒഴിവാക്കാനൊന്നും വിചാരിക്കണ്ട. അവൾക്ക് ഒരിക്കലും എന്നെ മറക്കാനാവില്ല. അവളെ നീ എന്തൊക്കെയോ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് വെച്ചേക്കുക എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്ന സമയത്ത് തന്നെ കറക്റ്റ് ലിന്നാണെങ്കിൽ യുവിനെ കാണാൻ വരുമ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് യുവിനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കി ഇവള് ഷെനിനെ അവിടെ നിന്ന് പിടിച്ചോണ്ട് പോകുന്നു. ഇവൻ കുറച്ചുനാള് ഈ ഒരു നാട്ടില് ഇല്ലായിരുന്നല്ലോ, പക്ഷെ വീണ്ടും പൊങ്ങി വന്നേക്കാണ്. സോ ഇവൻ ഇവളോട് നീ ഇത്ര നാൾ എവിടെയായിരുന്നു? നീ എന്റെ നാട്ടിലേക്ക് വരാത്തത്? നീ എന്തിനാ എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്? നീ അവനുമായിട്ട് എന്താ ബന്ധം എന്നൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇവള് ഞാൻ നീ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എല്ലാം അവസാനിപ്പിച്ചതാണ്. എനിക്ക് നീ ആയിട്ട് ഒരു റിലേഷൻഷിപ്പിന് ഇനി ഒരു താല്പര്യമില്ല. ഞാൻ നിന്റെ കൂടെയുള്ള സമയത്ത് നിന്റെ ഫാമിലി എങ്ങനെയൊക്കെയാണ് എന്നെ കണ്ടിരുന്നതെന്ന് ഞാൻ പറയാണ്ട് തന്നെ നിനക്കറിയാലോ. അവരുടെയൊക്കെ മുന്നിൽ വെച്ച് നീ ഒരിക്കൽ പോലും എനിക്ക് സപ്പോർട്ട് നിന്നിട്ടില്ല, എന്നെ കുറ്റപ്പെടുത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ നിന്നോടൊപ്പം ഉള്ള ലൈഫ് ഇനി എനിക്ക് ചിന്തിക്കാൻ പോലും ആവില്ല. എനിക്കിപ്പോ നിന്നോട് ഒരു തരത്തിലുള്ള ഫീലിങ്സും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവൻ ഇവളെ വിടുന്ന ലക്ഷണമൊന്നുമില്ല. ഇവള് പറയുന്നതൊക്കെ കള്ളമാണ്. ഇവനെ അവോയ്ഡ് ചെയ്യാനാണ് ഇവളിങ്ങനെ പറയുന്നത്. നീ എന്നെ വിശ്വസിക്കുക, ഞാൻ ഇനി അങ്ങനെ ഇതൊന്നും ചെയ്യില്ല, നീ എന്തായാലും നാട്ടിലേക്ക് വരണം, നീ അവനെ വിശ്വസിക്കരുത്, അവൻ നിന്നെ ചതിക്കും, നീ ഒരിക്കലും അവന് പറ്റിയ ഒരു പെൺകുട്ടിയൊന്നും അല്ല, അവൻ വേറെന്തൊക്കെയോ കണ്ടാ നിന്നെ കൂടെ കൂട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞോട്ട് നിൽക്കുമ്പോൾ തന്നെ യു ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പൊ ഇവന് വീണ്ടും ദേഷ്യം വരുന്നു. നീ എന്തിനാ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ വരുന്നത്? ഇത് ഞങ്ങൾ തന്നെ പരിഹരിച്ചോളാം. ഇവളെന്റെ ഫസ്റ്റ് ലവ് ആണ്, എനിക്ക് ഒരിക്കലും ഇവളെ മറക്കാനാവില്ല. ഇവളെ ഞാൻ ആർക്കു വേണ്ടിയും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. നീ ഇവളെ കെട്ടാന്ന് വിചാരിക്കണ്ട എന്ന് പറയുമ്പോ ലിന്നിന് വട്ടം പിടിക്കാണ്. സത്യത്തില് ലിന്നും യു ആയിട്ട് ഒഫീഷ്യലി ഒരു റിലേഷൻഷിപ്പും ഇല്ല. ലിന്നിന് ഒരു ക്രഷ് ഇവനോട് ഉണ്ട് എന്നല്ലാതെ. പക്ഷെ ഈ ഒരു ഷെൻ ആണെങ്കിൽ വഹായി വരുന്നതൊക്കെ വിളിച്ചു പറയാണ്. അതുകൊണ്ട് തന്നെ ലിനി യുവിനോട് ഇവൻ പറയുന്നതൊന്നും നീ കാര്യമായിട്ട് എടുക്കണ്ട എന്ന് പറയുന്നു. പക്ഷെ ഷെൻ ആണെങ്കിൽ നിർത്തുന്നേ ഇല്ല, വായി വരുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇന്ന് ഷുയാന്റെ ബർത്ത്ഡേ ആണ്. രാവിലെ തന്നെ ഹോമിങ് ഇവൾക്കുള്ള വിഷും അതുപോലെ തന്നെ ബർത്ത്ഡേക്ക് ഇടാനായിട്ടുള്ള ഡ്രസ്സും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നിനക്ക് ഇന്ന് നൈറ്റ് ഒരു സർപ്രൈസ് ഉണ്ട് എന്നൊക്കെ എഴുതി വെച്ചിട്ടാണ് പോയിക്കുന്നത്. ഇവൾക്ക് അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവുന്നു. ഇവിടെ ഹോമിങ്ങും അവൾക്ക് സർപ്രൈസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിൽ തന്നെയാണ്. അപ്പോഴേക്കും ഫാങ് ആണെങ്കിൽ ഇവനെ വിളിച്ചിട്ട് സമയമൊക്കെ എത്ര പെട്ടെന്നാ കടന്നു പോകുന്നത്, അവൻ എത്ര പെട്ടെന്നാ വളർന്നത് എന്ന് ചോദിക്കുമ്പോ ഹോമിങ് വളരെ ദേഷ്യത്തില് അവനെ കാണാൻ നിന്നെ ആരാ അനുവദിച്ചത്, നീ ഇപ്പൊ അവന്റെ കൂടെയാണോ ഉള്ളത് എന്ന് ചോദിച്ചിട്ട് ഇവൻ നേരെ ഇവളുടെ വീട്ടിലേക്ക് വരികയാണ്. പക്ഷെ ഇവൻ വരുമ്പോ ഇവള് മാത്രമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവൻ ദേഷ്യപ്പെട്ട് ഇത് നിന്റെ ലാസ്റ്റ് വാർണിംഗ് ആണ്, മേലാൽ ഇതുപോലുള്ള കോപ്രായങ്ങളെ എന്നോട് കാണിക്കരുത്, നീ നിന്റെ അതിര് വിടരുത് എന്ന് പറയുമ്പോ ഇവളാണെങ്കിലും വെള്ളം അടിച്ച് നല്ല ഫിറ്റ് ആയിട്ട് നിൽക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ തമാശ പറഞ്ഞതല്ലേ, അത് ഇത്രയ്ക്ക് സീരിയസ് ആയിട്ട് എടുത്തോ? ഇന്ന് ഷോയാന്റെ ബർത്ത്ഡേ ആണല്ലേ എന്ന് ചോദിക്കുമ്പോ ഹോമിങ്ങിനെ മനസ്സിലാവുന്നു അത് കൊളാക്കാൻ വേണ്ടിയിട്ടാണ് ഇവള് ഈ പരിപാടി ഒപ്പിച്ചതെന്ന്. പക്ഷെ അപ്പോഴേക്കും ഹോമിങ് പറഞ്ഞ ടൈമില് ഇവളാണെങ്കിൽ അവന്റെ ഒരു പ്ലാന്റ് ഷോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ ഹോമിങ് ഇവൾക്ക് വേണ്ടി നല്ലൊരു സർപ്രൈസ് തന്നെ ഒരുക്കി വെച്ചിട്ടുമുണ്ട്. പക്ഷെ അവിടെ ഹോമിങ് ഉണ്ടായിരുന്നില്ല. ഇവൾക്കും അതെല്ലാം കണ്ട് ഒരുപാട് ഇഷ്ടപ്പെടാണ്. കാരണം ഷോയാന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് ഇവൾക്ക് ഒരാളെ സർപ്രൈസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അപ്പോ ഇവിടെ ഫാങ് ആണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഞങ്ങളുടെ കാര്യത്തിൽ നല്ല കെയർ കാണിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോ ഇവൾക്ക് വട്ടാണ് എന്ന് മനസ്സിലാക്കി ഇവൻ ഇവിടെ നിന്ന് പോകാൻ ഞാൻ എന്തായാലും അവനെ പോയി കാണും എന്ന് പറയുമ്പോ ഹോമിങ്ങിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരെയാണ്. ഫാങ് പറയുന്ന ആ ഒരു വ്യക്തി ആരാണെന്ന് അറിയില്ല, നമുക്ക് എന്തായാലും പോകെ നോക്കാം. എനിക്ക് അവനെ കാണാനായിട്ട് ആരുടെ അനുവാദം വേണ്ട, കാരണം ഞങ്ങൾ തമ്മിലുള്ളത് രക്തബന്ധമാണ്. എന്റെയും നിങ്ങളുടെയും ഫാമിലി തമ്മിലുള്ള ബന്ധം ഇതുവരെ വേർപെട്ട് പോയിട്ടില്ല. എന്നിട്ട് നിങ്ങൾ എന്തിനാ മറ്റൊരു ഫാമിലിയിലുള്ള പെൺകുട്ടിയെ വിവാഹം കഴിച്ചത്? എന്തുകൊണ്ട് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തില്ല എന്നൊക്കെ ചോദിക്കുമ്പോ ഇവൻ നീ നിന്റെ ചേച്ചി ഓർത്തെങ്കിലും എന്നെ ദയവേതൊന്ന് വീട് എന്ന് പറഞ്ഞു പോകാൻ തുടങ്ങുമ്പോ ഇവള് എങ്കിൽ പിന്നെ ഞാനത് എന്റെ ചേച്ചിയോട് തന്നെ നേരിട്ട് പോയി ചോദിച്ചേക്കാം എന്ന് പറഞ്ഞ് ഇവള് ഏതോ ഒരു ടാബ്ലറ്റ് എടുത്ത് വിഴുങ്ങാണ്. ഹോമിങ് ആണെങ്കിൽ അവളുടെ വായിന്ന് പുറത്തെടുക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അവൾ കുറെയൊക്കെ വിഴുങ്ങി. സോ ഇവൻ പെട്ടെന്ന് തന്നെ ഇവളെ ഹോസ്പിറ്റലിലേക്ക് തൂക്കിയെടുത്തോണ്ട് പോകുന്നു. അപ്പോഴെല്ലാം തന്നെ ഇവിടെ ഒരാളെ ഹോമിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ അവൻ എത്തിയിട്ടില്ല. ഇവൾ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നു, അവനെ കോൾ ചെയ്ത് നോക്കുന്നു, പക്ഷെ അവൻ ഫോൺ ഒന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവളെ തിരിച്ച് വീട്ടിൽ എത്തിയിരിക്കുകയാണ്. കുറെ കഴിയുമ്പോഴേക്കും ഹോമിങ്ങും വീട്ടിലേക്ക് എത്തുന്നു. ഇവള് ഇവനോട് ഒന്നും തന്നെ ചോദിക്കുന്നില്ല. ഇവൻ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിരിക്കുന്ന പോലെയാണ് എത്തിയിരിക്കുന്നത്.
എന്നിട്ട് ഷുയാനോട് ഇന്ന് പെട്ടെന്നൊരു മീറ്റിംഗ് വന്നു, അതുകൊണ്ട് എനിക്ക് ഫോൺ സൈലന്റ് ആക്കേണ്ടി വന്നത്, അങ്ങോട്ടേക്ക് എത്താൻ പറ്റാതിരുന്നത് എന്ന് പറഞ്ഞ് ക്ഷമ ചോദിക്കുമ്പോൾ ഇവളും കുഴപ്പമില്ല, നിങ്ങൾ ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഹാമിങ് ഞാൻ കഴിച്ചു, എനിക്കൊന്നും വേണ്ട, നീ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് പോവുകയാണ്. പക്ഷെ അവളുടെ മുന്നിൽ ഇവൻ ഫിറ്റ് ആയിരിക്കുന്ന പോലെ കാണിച്ചെങ്കിലും ഇവൻ ആക്ച്വലി ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവളുടെ അടുത്ത് ഒരു എക്സ്ക്യൂസ് പറയണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ അഭിനയിച്ചത്. ഫാങ്ങിന്റെ കൂടെ ആയിരുന്നു, ഫാങ് വിളിച്ചിട്ട് പോയി എന്നൊന്നും ഇവന് പറയാൻ പറ്റില്ല. എന്നിട്ട് ഇപ്പൊ ഹോമിങ് ആണെങ്കിൽ വീണ്ടും ആ ഒരു പഴയ കാര്യത്തിലോട്ട് പോവാണ്. ശരിക്കും ഇവന്റെ എക്സ് ആയിട്ടുള്ള, അതായത് ആ ഫാങ്ങിന്റെ ചേച്ചി മരണപ്പെട്ടു. ആ ഒരു പെൺകുട്ടി ഇപ്പൊ ജീവനോടെ ഇല്ല. സോ ലാസ്റ്റ് ആ ഒരു പെൺകുട്ടിയുടെ ബോഡിയും കാര്യങ്ങളൊക്കെ കണ്ട കാര്യങ്ങളാണ് ഹോമിങ് ഓർക്കുന്നത്. ഇവനെ ആ കാര്യങ്ങളൊക്കെ വല്ലാണ്ട് തന്നെ അലട്ടുന്നുണ്ട്. ഇത്രയും നാളും നമ്മൾ വിചാരിച്ചിരുന്നത് ഷുയാൻ മാത്രമാണ് പല കാര്യങ്ങളും തുറന്നു പറയാത്തത് എന്നാണ്. പക്ഷെ ഹോമിങ്ങിനും ഒരുപാട് സീക്രട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പൊ ഹോമിങ്ങിന്റെ ഫാദർ ആണെങ്കിൽ മറ്റൊരു കമ്പനിയായിട്ട് ചേർന്ന് പുതിയൊരു പ്രോജക്ട് ചെയ്യാനായിട്ട് പോവാണ്. അങ്ങനെ ഇവര് രണ്ടുപേരും പബ്ലിക്കിന്റെ മുന്നിൽ വെച്ച് തന്നെ അവർ കരാറ് സൈൻ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും പോലീസ് അങ്ങോട്ടേക്ക് വന്ന് മറ്റേ കമ്പനിയുടെ സിഒയെ അറസ്റ്റ് ചെയ്യാണ്. കാരണം ഇയാള് കുറെ അഴിമതികൾ കാണിച്ചിട്ടാണ് ഈ ഒരു പൊസിഷനിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ ഇയാളെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. സോ ഈ ഒരു പ്രോജക്ടിന്റെ കാര്യം ഏതാണ്ട് താറുമാറായി. അതുകൊണ്ട് തന്നെ ഹോമിങ്ങിന്റെ ഫാദർ ഇപ്പോൾ വലിയ നിരാശയിലാണ്. അപ്പോഴേക്കും ഹോമിങ്ങും ഇദ്ദേഹത്തെ കാണാനായിട്ട് അങ്ങോട്ട് വരുന്നു. അച്ഛൻ മുന്നേ തന്നെ ആ ഒരു കമ്പനി ആയിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഹോമിങ് ഇദ്ദേഹത്തിനോട് അത് വേണ്ട, ആ കമ്പനിയിലുള്ളവരൊന്നും വിശ്വസിക്കാൻ കൊള്ളാത്തവരും ഫുൾ അഴിമതിക്കാരാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇദ്ദേഹമാണ് ഇവന് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ആളുകളെ മനസ്സിലാക്കാൻ സാധിക്കാത്തത് എന്ന് പറഞ്ഞിട്ട് എടുത്ത് ചാടിയത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവൻ പറയുന്ന കാര്യങ്ങളോട് അച്ഛന് എതിർപ്പൊന്നും പറയാൻ പറ്റുന്നില്ല. സോ ഹാമിങ് അച്ഛനോട് അച്ഛൻ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ ആലോചിച്ച് തലമുണ്ടാക്കണ്ട, എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ തന്നെ ചെയ്തോളാം, അച്ഛൻ ഇതിനെ കുറിച്ച് ഓർത്ത് വരീടാവണ്ട എന്ന് പറഞ്ഞിട്ട് ഇനിയെങ്കിലും ഞാൻ പറയുന്നത് കേട്ടാ മതി. ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഞാൻ എന്റേതായ ആളുകളെ നിയമിക്കാനായിട്ട് പോവാണ്. അച്ഛന്റെ കൂടെ ഉണ്ടായിരുന്നവരെയൊക്കെ ഇനി വിശ്വസിക്കേണ്ട, പുതിയ സ്റ്റാഫുകളായിരിക്കും ഇനി ഇവിടെ നിൽക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ഇവന്റെ അഭിപ്രായത്തോട് അച്ഛനും എതിർപ്പൊന്നും പറയുന്നില്ല. അതിനുശേഷം ഹോമിങ് ആണെങ്കിൽ ഇവരുടെ ഒരു ബോർഡ് മെമ്പറെ വിളിപ്പിച്ചിരിക്കുകയാണ്. കാരണം ഇയാളാണ് ആ ഒരു പോലീസ് അറസ്റ്റ് ചെയ്ത് കമ്പനിയുടെ സിഒ ആയിട്ട് ഈ ഒരു കമ്പനിയെ കൊളാബറേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് മുൻകൈ എടുത്തതും പല ആവശ്യമില്ലാത്ത പ്രോജക്റ്റിലും കൊണ്ടുചെന്ന് പൈസ ഇടിപ്പിച്ച് ഇവരുടെ കമ്പനിയുടെ ഫണ്ട് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും ഈ ഒരു കാര്യം ഹോമിങ് കണ്ടെത്തിയിരിക്കുകയാണ്. അതിന്റെ തെളിവുകളും ഇയാൾക്ക് എടുത്ത് നിരത്തുന്നു. പക്ഷെ ഇയാളാണെങ്കിൽ അത് സമ്മതിക്കുന്നില്ല. ഭയങ്കരമായിട്ട് ഇവനോട് ദേഷ്യപ്പെടാണ്. താൻ വർഷങ്ങളായിട്ട് ഈ ഒരു കമ്പനിയിൽ നിൽക്കുന്ന വ്യക്തിയാണ്, തനിക്ക് ഒരിക്കലും ഇതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഹോമിങ് ആണെങ്കിൽ ഇയാൾ മാസം മാസം വാങ്ങുന്ന വീടുകളുടെയും പ്രോപ്പർട്ടീസിന്റെയും ഫുള്ള് ലിസ്റ്റ് ഉൾപ്പെടെ ഇയാൾ എടുത്ത് കാണിച്ചിട്ട് ഇയാളോട് ഇത്രയും പൈസ പിന്നെ എവിടെ നിന്നാണ് നിങ്ങൾക്ക് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇയാൾക്ക് മറുപടിയില്ല. അതുകൊണ്ട് തന്നെ ഇനി ഇയാൾക്ക് മുന്നിൽ വേറെ ഓപ്ഷൻ ഇല്ല, റിസൈൻ ചെയ്തിട്ട് പൊക്കോളാനായിട്ട് പറയാണ്. അയാളെ ഈ ഒരു പൊസിഷനിൽ നിന്ന് ഇവൻ പുറത്താക്കി. അതിനുശേഷം അന്ന് നൈറ്റ് ആണെങ്കിൽ ഹോമിങ് കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഷുയാനും അവളുടെ വർക്കൊക്കെ കഴിഞ്ഞ് ഇവന്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് ഇവര് പുറത്ത് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് പോകാൻ തുടങ്ങുമ്പോഴേക്കും ഇവൻ നേരത്തെ പുറത്താക്കിയ ആ ഒരു ബോർഡ് മെമ്പർ ഉണ്ടല്ലോ ഇവന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ട് എന്നെ ഈ ജോലിയിൽ നിന്ന് പുറത്താക്കരുത്, എനിക്ക് പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല, എന്റെ കുടുംബം വരെ എന്നെ ഉപേക്ഷിക്കും, എന്റെ വൈഫ് എന്നെ ഡിവോഴ്സ് ചെയ്യും, എന്റെ മക്കളോട് എനിക്ക് പറയാൻ ഒരു ഉത്തരം ഉണ്ടാവില്ല, ഞാൻ ഇനി ഒരിക്കലും നിങ്ങളുടെ അറിവില്ലാതെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ക്ഷമ ചോദിക്കുന്നുണ്ടെങ്കിലും ഹോമിങ് അത് നിങ്ങളെ കുറ്റം ചെയ്യുന്നതിന് മുന്നേ ആലോചിക്കണമായിരുന്നു, ഇനി നിങ്ങൾക്ക് എന്തായാലും ഒരു ചാൻസ് തരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇയാളെ എത്ര കാല് പിടിച്ചിട്ടും ഹോമിങ്ങിന്റെ മനസ്സ് മാറുന്നില്ല. ഇവൻ ഷുയാനെയും കുട്ടി അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ ഇയാളാണെങ്കിൽ ദേഷ്യം വന്ന് കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്ന കത്തിയെടുത്ത് ഇവനെ കുത്താനായിട്ട് പോകുന്നു. പക്ഷെ അത് ഷുയാൻ മുന്നേ കാണുന്നത് കൊണ്ട് തന്നെ ഇവൾ അതിന്റെ ഇടയ്ക്ക് കയറുന്നു. ഇവൾക്കാണ് കുത്തേൽക്കുന്നത് കൈക്ക്. ഹോമിങ്ങും പെട്ടെന്ന് ഇയാളെ പിടികൂടുന്നു. ഇവളോട് ഇവൻ എന്തെങ്കിലും പറ്റുമോ, എനിക്ക് കുഴപ്പമല്ലോ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഷുയാണെങ്കിൽ കയ്യിൽ നിന്ന് ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഇവനോട് ചിരിച്ചുകൊണ്ട് ഇല്ല കുഴപ്പമൊന്നുമില്ല എന്നാണ് പറയുന്നത്. അയാളെ അതിനുശേഷം പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. അതിനുശേഷം പിറ്റേന്ന് നമ്മൾ കാണുന്നത് ഹോമിങ് ആണെങ്കിൽ ഇവളോട് വന്ന് കൈ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഇവളും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയാൻ വരുമ്പോ ഇവന്റെ ഒരു കാർഡ് എടുത്ത് ഇവൾക്ക് കൊടുത്തിട്ട് നീ ഓഫീസിൽ പോകാത്ത സ്ഥിതിക്ക് ഒരു കാര്യം ചെയ്യും, ഈ കാറില് ഒരു ലിമിറ്റും ഇല്ല, നിനക്ക് ഫ്രീ ആയിട്ട് എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാം എന്ന് പറയുമ്പോ ഇവള് ഇതിപ്പോ എന്തിനാ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഹോമിങ് നീ ഓക്കെ ആയിട്ട് നിനക്ക് എന്ത് വേണോ പോയി വാങ്ങിച്ചോ, ഒരു ഷോപ്പിംഗ് ഒക്കെ നടത്തിക്കോ, നിന്റെ മൂടൊക്കെ ഒന്ന് ഓക്കെ ആവട്ടെ എന്ന് പറയുമ്പോ ഇവള് തനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഹോമിങ് ഇവളെ അത് അടിച്ചേൽപ്പിക്കുന്നു. എന്നിട്ട് ഇവളെ എന്തോ ഇവനോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവളുടെ ആ ഒരു സത്യങ്ങളായിരിക്കണം. പക്ഷെ ഹോമിങ് ആണെങ്കിൽ ഒരു കോള് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് പിന്നെ കാണാം, എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തു പോയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. ഇവൾക്ക് എന്തോ നല്ല ഫീൽ ആവുന്നുണ്ട്. ഇവന് വേണ്ടിയിട്ടാണല്ലോ തലേന്ന് ഇവളുടെ കൈക്ക് പരിക്ക് പറ്റിയത്. പക്ഷെ ആ ഒരു കരുതലൊന്നും തന്നെ ഹോമിങ്ങിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ലായിരിക്കണം. അതിനുശേഷം ഹോമിങ് കാണാൻ വരുന്നത് മറ്റാരെയല്ല, ഫാങ്ങിന്റെ ഫാദറിനെയാണ്. ഇവൻ പുതിയ ന്യൂ ഡിസ്ട്രിക്ട് പ്രോജക്ട് എന്നൊരു പ്രോജക്ട് ചെയ്യുന്നുണ്ട്. അതിലേക്കാണല്ലോ ഫാങ്ങും ഇവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത്. സോ ആ ഒരു പ്രോജക്റ്റിന് ഫണ്ടിങ് ഇനിയും ആവശ്യമാണ്. ഇദ്ദേഹത്തിനോട് ഇവൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി. സോ ഇവന്റെ കഴിവും കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന് അറിയാവുന്നത് കൊണ്ട് തന്നെ താൻ എന്തായാലും ഫണ്ടും കാര്യങ്ങളൊക്കെ തരാം എന്ന് സമ്മതിക്കുന്നു. ഇപ്പോ ഫാങ് ആണെങ്കിൽ ചിന്താ ഗ്രൂപ്പിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവനോട് അവളെ നല്ലോണം നോക്കണം, എനിക്ക് ഇനി ആകെയുള്ളത് അവള് മാത്രമാണ് എന്ന് പറയുമ്പോൾ ഇവനും അങ്കിള് വറീഡാവണ്ട,
അവൾ എന്നെ ചേട്ടാ എന്നാണ് വിളിക്കുന്നത്. ഞാൻ എന്തായാലും എന്റെ സ്വന്തം സഹോദരിയെ നോക്കുന്ന പോലെ അവളെ നോക്കിയിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന്റെ മൂത്ത മകളുടെ കാര്യം എടുത്തിടുന്ന സമയത്ത് ഇവൻ വീണ്ടും ഡൗൺ ആവുന്നുണ്ട്. അതിനുശേഷം അന്ന് ഹോഷനെ സ്കൂളിൽ നിന്ന് പിക്കാനായിട്ട് വരുന്നത് ഹോമിങ് ആണ്. അതുകൊണ്ട് ഇവൻ ഒരുപാട് സന്തോഷമാണ്. കാരണം ഹോമിങ് അങ്ങനെയൊന്നും ഇവനെ പിക്കാനായിട്ട് വരാറില്ലല്ലോ. അതിനുശേഷം അന്ന് നൈറ്റും അവന്റെ കൂടെ തന്നെയാണ് ഹോമിങ് സമയം സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷെ ഇവനെ കാണാത്തത് കൊണ്ട് ഷോയാൻ എവിടെയാണ് എന്നറിയാനിട്ട് ഇവനെ വിളിക്കുന്നു. പക്ഷെ ഹോമിങ് ആണെങ്കിൽ അവളുടെ കോള് കണ്ടിട്ടും മനഃപൂർവ്വം എടുക്കുന്നുണ്ടായിരുന്നില്ല, എടുത്തൊരു മറുപടി പറയുന്നില്ല. പക്ഷെ ഹോമിങ് കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഹോച്ചൻ വളരെ ഹാപ്പിയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് സിവയാണെങ്കിൽ ഇപ്പോ ആ ഒരു ഹോസ്റ്റിന്റെ ജോലിയൊക്കെ ഇവൾക്ക് നഷ്ടപ്പെട്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോ ഒരു ഫുഡ് വ്ളോഗർ ആയിട്ടാണ് ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. ഓരോ ഹോട്ടലിലും പോയി ഫുഡ് റിവ്യൂ നടത്തണം. പക്ഷെ ഇവൾ അത് വളരെ കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. ഇവളുടെ അമ്മയോട് തന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒന്ന് രക്ഷപ്പെടുത്തി തരാനായിട്ട് ഇവള് പറയുന്നുണ്ട്. പക്ഷെ അവര് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. തിരിച്ച് ആ ഒരു ജോലിക്ക് കയറിയിട്ട് അവരെ വിളിച്ചാൽ മതി എന്നാണ് പറയുന്നത്. പക്ഷെ അത്രയും ലോ ലെവലിലോട്ട് പോയിട്ടും ഓഫീസിൽ വന്ന് എല്ലാവരോടും പഴയ അധികാരത്തിൽ തന്നെയാണ് ഇവളെ സംസാരിക്കുന്നതും നിൽക്കുന്നതും. അപ്പൊ ഇവളുടെ അഹങ്കാരം കണ്ട് ഷോയാനാണെങ്കിൽ ഇവളോട് വന്ന് നീ ഇപ്പോ ഫുഡ് റിവ്യൂ ആണല്ലേ നടത്തുന്നത്, നീ കുറച്ചും കൂടി ശ്രദ്ധിക്കണം. നീ ആത്മാർത്ഥമായിട്ടാണ് അതിന്റെ റിവ്യൂ നടത്തുന്നതെന്നോ നിന്റെ പ്രോഗ്രാം കണ്ടാൽ തോന്നുകയേയില്ല. ആർക്കോ വേണ്ടി ചെയ്യുന്ന പോലെയുണ്ട്. ദയവ് ചെയ്ത് ഒന്ന് ചിരിക്കാനെങ്കിലും പഠിക്കുക, അല്ലെങ്കിൽ കാണുന്നവർ എന്ത് വിചാരിക്കും എന്ന് ചോദിക്കുമ്പോൾ സിവേ ഇവളോട് നിനക്കൊരു റിച്ച് ഹസ്ബൻഡ് ഉണ്ടെന്നും പറഞ്ഞ് നീ വലിയ ആളായെന്നൊന്നും നീ വിചാരിക്കണ്ട. അല്ല, അയാൾ എന്തിനാ നിന്റെ കൂടെ നീ പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് നടക്കുന്നത്? അയാൾ എന്തിനാ നിന്നെ അനുസരിക്കുന്നത്? എന്തോ ചെയ്യുന്നു ആറുന്നില്ലേ? അയാൾ എന്തോ മറയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നെ യൂസ് ചെയ്യുന്ന പോലെ നിനക്ക് തോന്നില്ലേ? ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്ന് പറയുകയാണ്. അത് ഷോയാന് നല്ലതുപോലെ ഫീൽ ആവുന്നുണ്ട്. പക്ഷേ സിവൈ പറയുന്നത് മൈൻഡ് ചെയ്യാതെ അവൾ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം ഇവിടെ ഹാമിങ്ങിന്റെ ഓഫീസിലാണെങ്കിൽ ഫാങ് ആ ഒരു ന്യൂ ഡിസ്ട്രിക്ട് പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവളുടെ എഫോർട്ട് ഇട്ട് ചെയ്തത് കാണിക്കുമ്പോൾ ഹാമിങ്ങിന് വളരെ ഇഷ്ടപ്പെടാണ്. ഇവളെ അഭിനന്ദിക്കുന്നു. ഇവൾക്കും ഒരുപാട് സന്തോഷമാവുന്നു അവന്റെ ഭാഗത്ത് നിന്ന് ഒരു നല്ല അഭിപ്രായം കേട്ടതില്ല. അപ്പോ ഇവൻ ഒരുപാട് ലേറ്റ് ആയില്ലേ, ഞാൻ തന്നെ നിന്നെ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് ഇവളെ കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ ഇവളെ പെട്ടെന്ന് തലറങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് വീഴാൻ പോകുമ്പോൾ ഹോമിങ് ഇവളെ പിടിച്ച് ഇരുത്തുന്നു. എന്നിട്ട് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഞാൻ ഡിന്നർ സ്കിപ്പ് ചെയ്തു, ചിലപ്പോൾ അതിൻ്റെതായിരിക്കും എന്ന് പറയുമ്പോൾ ഹാമിങ്ങും ഇവൾക്ക് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ചോക്ലേറ്റ് എടുത്തു കൊടുത്ത് ഷുഗർ കുറഞ്ഞതായിരിക്കും നീ ഇത് കഴിക്കുക എന്ന് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് ഇവളോട് സമയം എടുത്ത് കഴിച്ചാൽ മതി, ഞാൻ വെയിറ്റ് ചെയ്യാം എന്നൊക്കെ വളരെ കെയറോട് കൂടി സംസാരിക്കുമ്പോൾ ഇവൾക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. അതിനുശേഷം ഹോമിങ് തന്നെയാണ് ഇവളുടെ സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്യുന്നത്. എന്നിട്ട് അന്ന് ഇവളെ മിസ് ചെയ്ത ആ ഒരു ബ്രേസ്ലെറ്റ് എടുത്തു കൊടുക്കുമ്പോൾ ഇവളും ഇത് നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നോ, ഞാനിത് എവിടേക്ക് അന്വേഷിച്ചെന്നറിയോ എന്ന് ചോദിച്ചിട്ട് ഇവനോട് തന്നെ അത് ഇവളുടെ കയ്യിൽ ഇട്ടുകൊടുക്കാനായിട്ട് പറയാണ്. അത് ശരിക്കും ഇവളുടെ ചേച്ചിയുടെ ബ്രേസ്ലെറ്റ് ആണ്. ഹോമിങ്ങും ഇവൾക്ക് അത് കയ്യിൽ ഇട്ടുകൊടുക്കുന്നു. അപ്പോ ഇവള് ഈ സൺഡേ ഫ്രീ ആണെങ്കിൽ നമുക്കൊരു മൂവിക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോ ഹോമിങ്ങും പിന്നെന്താ പോവാലോ, ഏത് മൂവിയാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് പോവാണ്. അവൻ നല്ല രീതിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവള് ഭയങ്കര ഹാപ്പിയാണ്. അതിനുശേഷം ഹോമിങ് ആണെങ്കിൽ ഷുയാനോടൊപ്പം മറ്റൊരു ദിവസം ഗോൾഫ് ഗെയിം കളിക്കുന്ന സ്ഥലത്ത് എത്തുമ്പോ അങ്ങോട്ടേക്ക് ഫാങ്ങും വരികയാണ്. ഇവള് ഷുയാനെ കണ്ട് ഓ നീ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ച് ഷുയാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇവൾക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവളെ അസൂയ കയറ്റുന്ന രീതിയിൽ നമ്മൾ ഒരുമിച്ച് ലണ്ടനിൽ വെച്ച് എത്ര വട്ടമായി ഗോൾഫ് കളിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഹോമിങ്ങിനോട് അല്ല ഇന്ന് നൈറ്റ് നിങ്ങൾ ഫ്രീ ആണോ, ഫ്രീ ആണെങ്കിൽ നമുക്ക് ഡിന്നർ കഴിക്കാൻ പോയാലോ, ഷോയാനെയും കൂട്ടാം എന്ന് പറയുമ്പോൾ ഹോമിങ് ഇല്ല എനിക്ക് ഇന്ന് മറ്റൊരു ഡിന്നർ പാർട്ടി ഉണ്ട്, നീ വരുന്നുണ്ടോ, അവിടെ ഇന്ന ആൾക്കാരൊക്കെ വരുന്നുണ്ട് എന്ന് ചോദിക്കുമ്പോ ഫാങ്ങിന് അത് കേട്ട് ഭയങ്കര സന്തോഷമാവാണ്. പക്ഷെ അത് കേട്ട് ഷോയാന് ഒട്ടും സന്തോഷമാവുന്നില്ല. ഷോയാനും ഹോമിങ്ങും തമ്മിൽ ഇപ്പോ എന്തോ ഒരു ഡിസ്റ്റൻസ് വന്നോണ്ടിരിക്കുകയാണല്ലോ. സോ ആ ഒരു കാര്യം ഷുയാൻ ലിനിനെ കണ്ട് ഇവളോട് പറയുന്നു. ഫാങ്ങും ഹാമിങ്ങും ആയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിലല്ല പോകുന്നത് എന്ന കാര്യം. പക്ഷെ ലിന്നാണെങ്കിൽ ഒരിക്കലും അവർ തമ്മിൽ അങ്ങനെ ഉണ്ടാവില്ല. ചിലപ്പോ ഫാങ്ങിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലും ഹോമിങ് ഒരിക്കലും നിന്നെ കളഞ്ഞിട്ട് മറ്റൊരു വ്യക്തിയെ ചിന്തിക്കുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ഷുയാൻ നീ പുള്ളിയെ കണ്ടിട്ടുള്ളത് ജസ്റ്റ് 1-2 വട്ടമാണ്, പിന്നെ നിനക്ക് എങ്ങനെയാ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയാൻ സാധിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവളും ശരിയാണ്, ഞാൻ ഒരുപാട് വട്ടമൊന്നും പുള്ളിയെ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ ഒബ്സർവ് ചെയ്തത് വെച്ച് പുള്ളി നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, നിന്നെ കെയർ ചെയ്യുന്നുണ്ട്. അത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ, നീ ചിലപ്പോ ഓവർ തിങ്ക് ചെയ്യുന്നത് കൊണ്ടായിരിക്കും എന്ന് പറയുമ്പോ ഇവള് ഹോമിങ് ഞാനുമായിട്ട് എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോ എന്തോ ഒരു ഗ്ലാസ് ഞങ്ങളെ സെപ്പറേറ്റ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ആവുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം കാണാൻ സാധിക്കുന്നുണ്ട്, പക്ഷെ അടുത്തു നിന്ന് കാണാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഷോയാൻ നല്ല വിഷമത്തിലാണ്. അപ്പോൾ ലിന്നാണെങ്കിൽ നീ വെറുതെ ഓവർ തിങ്ക് ചെയ്യണ്ട, അദ്ദേഹം ഒരു ബിസിനസ്മാൻ അല്ലേ, ചിലപ്പോ അതിന്റേതായ തിരക്കുകളും സമയമില്ലായ്മയൊക്കെ കാണും എന്ന് പറഞ്ഞ് ഇവളെ ആശ്വസിപ്പിക്കുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് അന്ന് നൈറ്റ് ആണെങ്കിൽ ആ ഒരു പാർട്ടിയൊക്കെ കഴിഞ്ഞ് ഫാങ് ആണെങ്കിൽ നല്ല രീതിയിൽ വെള്ളം അടിച്ച് ഒരു ബോധമില്ല അവളെ വീട്ടിൽ കൊണ്ടുവരുന്നത് ഹോമിങ് ആണ്. ഇവളെ ഇവൻ സോഫയിൽ കൊണ്ടുവന്ന് കിടത്താൻ നോക്കുമ്പോൾ ഇവളാണെങ്കിൽ ഇവനെയും കൊണ്ട് വീഴാണ്. എന്നിട്ട് ഇവനെ കുറിച്ച് സെഡ്യൂസ് ചെയ്യാനുള്ള പുറപ്പാടിലാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഷുയാൻ ആണെങ്കിൽ ഹോമിങ്ങിനെ വിളിക്കുന്നു. പക്ഷെ ഹോമിങ് ആ ഒരു കോള് കട്ട് ചെയ്യാണ്. അത് കണ്ട് ഫാങ്ങിന് ഒരുപാട് സന്തോഷമായിട്ട് ഇവനെ കിസ് ചെയ്യാനായിട്ടൊക്കെ വരുന്നു. പക്ഷെ വീണ്ടും ഇവന് കോള് വരുമ്പോ ഇവള് എന്താ നിങ്ങൾ ഷുയാന്റെ കോള് എടുക്കാത്തത്, കട്ട് ചെയ്ത് വിടുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവൻ
ഇത് ഷോയാനല്ല, എന്റെ അസിസ്റ്റന്റ് ആണ്, നീ വെയിറ്റ് ചെയ്യ് എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുമ്പോ അസിസ്റ്റന്റും ഇവനോട് ബോസ് എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, ഞാൻ ഫോട്ടോ സെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഹാമിങ്ങും ആ ഒരു ഫോട്ടോ നോക്കിയിട്ട് അത് ഇവളെ കാണിക്കുന്നു. അതായത് ഇവളുടെ അച്ഛൻ ഇവന് ഫണ്ട് കൊടുക്കാം എന്ന് പറഞ്ഞിരുന്നല്ലോ. സോ ആ ഒരു എഗ്രിമെന്റ് എഴുതിയ കാര്യമാണ് കാണിക്കുന്നത്. അപ്പോ ഫാങ് ഇതെന്തിനാ എന്നെ ഇപ്പൊ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഹാമിങ്, എനിക്ക് ഈ ഒരു പ്രോജക്റ്റ് എത്ര വലുതായിരുന്നു എന്ന് നിനക്കറിയാലോ, നിന്റെ അച്ഛൻ എനിക്ക് സപ്പോർട്ട് നിന്നത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറയുമ്പോൾ ഇവള് എന്റെ അച്ഛൻ എന്തായാലും ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്യൂ എന്ന് പറഞ്ഞ് ഇവള് വീണ്ടും ഇവനെ കിസ് ചെയ്യാനായിട്ട് വരുന്നു. പക്ഷെ ഹാമിങ് ആണെങ്കിൽ ഇവളെ പിടിച്ചു മാറ്റിയിട്ട് പോവാൻ തുടങ്ങുകയാണ്. അപ്പൊ ഇവള് നിങ്ങൾ എന്തായി ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോ ഹാമിങ് ഇവളോട് നീ കുറച്ചധികം എക്സ്ട്രീം ഓവർ ആയിരുന്നു, കുഴപ്പമില്ല, നീ നന്നായിട്ട് തന്നെ എല്ലാം ചെയ്തത്, ഇതിന് നിനക്ക് ഈ വർഷം ലാസ്റ്റ് ബോണസും കാര്യങ്ങളൊക്കെ പ്രത്യേകം തന്നെ ഉണ്ടായിരിക്കും എന്ന് പറയുമ്പോ ഇവള് അപ്പോ നിങ്ങൾ എന്നോട് അഭിനയിക്കായിരുന്നോ, എന്റെ അച്ഛൻ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലേ നിങ്ങൾ എന്നോട് നല്ല രീതിയിൽ നിന്നത് എന്ന് ചോദിക്കുമ്പോ ഇവനും അതെ എന്ന് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുമ്പോ ഇവൾക്ക് വട്ടായിട്ട് ഇവന്റെ പുറകെ പോയി ഇവനെ കെട്ടിപ്പിടിക്കാണ്. പക്ഷെ അപ്പോഴേക്കും ഹാൻ ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരികയാണ്. സോ ഹാമിങ് ഹാനിനോട് നീ തന്നെ ഇവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞിട്ട് ഇവളോട് ഇത് ജിന്ദ ഗ്രൂപ്പിന്റെ വക്കീലല്ല, ഇതെന്റെ പേഴ്സണൽ വക്കീലാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അതൊക്കെ കേട്ട് ഇവള് തകർന്നു പോവുകയാണ്. ശരിക്കും ഇവളോട് ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നില്ല. ഈ അടുത്താണല്ലോ ഇവൻ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അതിന്റെ റീസൺ ഇവളുടെ അച്ഛൻ ഇവന്റെ ആ ഒരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു. ഇവളും കൂടെ റെക്കമെൻഡ് ചെയ്താൽ അതൊരു നല്ല കാര്യമായിരിക്കുമല്ലോ. സോ അതിനു വേണ്ടി മാത്രമാണ്. അപ്പൊ ഇവളാണെങ്കിൽ ഹോമിങ്ങിനോടൊപ്പം പോകാൻ തുടങ്ങുമ്പോൾ ഹാൻ ആണെങ്കിൽ ഇവളോട് ദേഷ്യപ്പെട്ട് നീ നിന്റെ പ്രഹസനം ഒന്ന് അവസാനിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇവള് നിങ്ങളൊക്കെ ഇത്രയും കള്ളം പറഞ്ഞ് എന്നോട് എന്തിനാ നിന്നത്, എന്നോട് നിങ്ങൾ ഇത്രയും മോശമായിട്ട് എന്തിനാ പെരുമാറിയത്, നിനക്കും ഇതൊക്കെ മുന്നേ തന്നെ അറിയാമായിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പോ ഇവൻ മാഡം നിങ്ങൾ സ്വയം ഒതുങ്ങുന്നതാണ് നല്ലത്, നിങ്ങൾ ഷൻ ഫാമിലിയെ പറ്റി പറഞ്ഞതും മിസ്റ്റർ ഹോമിങ്ങിന്റെ പുറകെ നടക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങളും എല്ലാം തന്നെ തെളിവുകൾ സഹിതം എന്റെ കയ്യിലുണ്ട്, ഇത് പുറത്തു വിട്ടാല് നിങ്ങളുടെ ഫ്യൂച്ചർ ആയിരിക്കും ഇല്ലാതാവാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ഇവള് അവിടെയും തകർന്നു പോവാണ്. ഒരു മാരീഡ് ആയിട്ടുള്ള വ്യക്തിയുടെ പുറകെ ആണല്ലോ നടക്കുന്നത്. ഇവള് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഹോമിങ് കല്യാണം കഴിച്ചാലും കുഴപ്പമില്ല, ഞാൻ അവനെ വിടാൻ പോകുന്നില്ല എന്ന കാര്യം. സോ അതൊക്കെ തന്നെ ഇവൾക്ക് ഇപ്പൊ നെഗറ്റീവായിട്ട് വന്നേക്കാണ്. അതുകൊണ്ട് തന്നെ ഇവള് ദേഷ്യം വന്ന് ഇവനെ തല്ലിയിട്ട് മേലാൽ എന്റെ മുന്നിൽ വന്നു പോകരുത് എന്ന് പറഞ്ഞിട്ട് ഇവനെ പുറത്താക്കുന്നു. അതിനുശേഷം ഹോമിങ് ആണെങ്കിൽ വളരെ സന്തോഷത്തിലാണ് വീട്ടിലേക്ക് വരുന്നത്. പക്ഷെ ഷോയാൻ അത്ര നല്ല മൂഡിലൊന്നും അല്ല. അതുകൊണ്ട് തന്നെ ഹോമിങ് അങ്ങോട്ട് വരുമ്പോഴേ തന്നെ ഇവനോട് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ ഹോമിങ് നീ പറയാൻ പോകുന്ന കാര്യം എന്നെ സന്തോഷിപ്പിക്കുന്നതാണോ എങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞോ, പക്ഷെ അതല്ല എങ്കിൽ നീ ഒരു വാക്ക് പോലും എന്നോട് പറയരുത് എന്ന് പറയുമ്പോൾ ഇവൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഹോമിങ്ങും ഞാൻ ടയറാണ്, ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ റൂമിലേക്ക് പോവാണ്. അതിനുശേഷം പിറ്റേന്ന് ഹോഷനെ അവന്റെ സ്കൂളിൽ നിന്ന് കൂട്ടാനായിട്ട് എത്തിക്കുന്നത് ഷോയാനാണ്. പക്ഷെ ഇവൾക്ക് മുന്നേ തന്നെ അവിടെ ഫാങ് എത്തിയിട്ടുണ്ട്. ഷോയാനും ഇവളെ കണ്ട് നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോ ഇവള് ഞാൻ ഹോഷിനെ പിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പോ ഷോയാൻ നീ എന്തിനാ അവനെ പിക്കാനായിട്ട് വരണം എന്ന് ചോദിക്കുന്നു. അപ്പൊ ഫാങ് അതിനെന്തെങ്കിലും റീസൺ വേണോ, ഞാൻ അവന്റെ ആന്റിയാണ്, സ്വന്തം ആന്റി എന്ന് പറയുമ്പോ ഷോയാൻ നീ ഇപ്പോ എന്ത് പുതിയ നാടകം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, ഇതൊരു സ്കൂളാണ്, നീ സ്വയം കൺട്രോൾ ചെയ്ത് ഇവിടെ നിന്ന് പോവാൻ നോക്ക് എന്ന് പറയുമ്പോ ഫാങ് ഇവളോട് ഷോയാൻ ഞാൻ നിന്നെ ഓരോ തവണ കാണുമ്പോഴും എനിക്ക് എന്റെ ഉള്ളിന്റെ ഉള്ളില് നല്ല കുറ്റബോധം തോന്നാറുണ്ട്, ഞാൻ പറയാൻ പോകുന്ന കാര്യം നിന്നെ ഇരുട്ടിലാക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, എങ്കിലും നീ ഇത് അറിഞ്ഞിരിക്കണം, ആക്ച്വലി ഹോമിങ്ങും ഹോച്ചനും സിബ്ലിങ്സ് ഒന്നും അല്ല, അവര് അച്ഛനും മകനുമാണ് എന്ന് പറയുന്നത് കേട്ട് ഷോയാൻ ഷോക്കാവുന്നു. ഹാമിങ് ലണ്ടനിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്റെ ചേച്ചിയായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നു. ആ സമയത്താണ് അവളെ പ്രഗ്നന്റ് ആവുന്നതും ഹോച്ചന് ജന്മം നൽകുന്നതും. പക്ഷെ അവർക്ക് രണ്ടുപേർക്കും അന്ന് 20 വയസ്സ് മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു കാര്യം എന്റെ അച്ഛന്റെ അടുത്ത് നിന്ന് പോലും എന്റെ ചേച്ചി മറച്ചു വെച്ചു. പിന്നീട് ഹോമിങ്ങിന്റെ ഫാമിലിയാണ് ഹോച്ചൻ അവരുടെ കുട്ടിയാണ് എന്ന് പറഞ്ഞ് വളർത്താൻ തുടങ്ങിയത്. അതൊരു ജാരസന്ധതിയാണെന്ന് പുറത്തറിഞ്ഞു കഴിഞ്ഞാല് ഹോമിങ്ങിന്റെ ഫാമിലിക്കായാലും കമ്പനിക്കായാലും അത് നല്ല രീതിയിൽ ബാധിക്കായിരുന്നു. അതുകൊണ്ട് അവര് ബുദ്ധിപൂർവ്വം അങ്ങനെ ഒരു കാര്യം ചെയ്തു. ഈ ഒരു കാര്യം ഒരുപാട് പേർക്കൊന്നും അറിയില്ല. എല്ലാവരോടും ഹോമിങ്ങിന്റെ ഫാമിലി ഹോമിങ്ങിന്റെ ബ്രദർ ആണ് ഹോഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്റെ ചേച്ചി സ്വിമ്മിങ്ങിനിടയിലാണ് മുങ്ങി മരിച്ചത്. അതുകൊണ്ട് തന്നെ അതിനുശേഷം ഹോഷന്റെ അവകാശം പറഞ്ഞ ആരും എത്തിയിട്ടില്ല. പക്ഷേ ഞങ്ങൾ 3 പേരും രക്തബന്ധമാണ്. നിന്നേക്കാൾ എന്തുകൊണ്ടും ഹോഷനുമായിട്ട് അടുത്ത റിലേഷൻഷിപ്പ് ഉള്ളത് എനിക്ക് മാത്രമാണ്. ആ ഒരു ബോണ്ട് തകർക്കാൻ പറ്റുമെന്ന് ആരും വിചാരിക്കണ്ട, ആർക്കും അതിന് സാധിക്കയില്ല എന്നൊക്കെ പറയുമ്പോ അത് കേട്ട് ഷോയാന് ഒരക്ഷരം മിണ്ടാനാവുന്നില്ല. എന്നിട്ട് ഫാങ് പിന്നെ നിനക്കൊരു കാര്യം അറിയോ, നിന്റെ ബർത്ത്ഡേ ദിവസം ഹോമിങ് എന്നോടൊപ്പമായിരുന്നു, ഞങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നെന്ന് ഞാൻ പറയണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോ ഇവളെ കടിച്ചു പിടിച്ച് ഹോമിങ് എന്നോട് ഇതൊക്കെ നേരിട്ട് വന്ന് പറയുന്നത് വരെ ഞാൻ നീ പറയുന്ന ഒരു വാക്ക് പോലും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഇവളെ വീണ്ടും അതിന് നിങ്ങൾ തമ്മിലുള്ളത് ആത്മാർത്ഥമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നാണോ നീ വിചാരിക്കുന്നത്, ഹോമിങ് നീ ആയിട്ട് പ്രണയത്തിലാണെന്നാണോ നീ വിചാരിക്കുന്നത്, തുടക്കം മുതൽ തന്നെ ഹോമിങ് അന്വേഷിച്ച് നടന്നത് ഒരു വൈഫിനെയല്ല, വെറും ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് മാത്രമാണ്. സാമ്പത്തികമായിട്ട് നോക്കുകയാണെങ്കിൽ നീ ഒരിക്കലും പുള്ളിയായിട്ട് മാച്ച് ആവില്ല. പക്ഷെ നിന്റെ പെർഫോമൻസ് ആയാലും നിന്റെ കഴിവായാലും നിന്റെ ജോലി ആയാലും
എന്തുകൊണ്ടും അത് ഹോമിങ്ങിന് നേട്ടമുള്ള കാര്യം മാത്രമാണ്. നീ വഴി എന്തായാലും പുള്ളിയുടെ ബിസിനസ്സിൽ നല്ല നേട്ടം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഹോമിങ്ങിന് മുന്നേ തന്നെ അറിയാമായിരുന്നു. അത് മാത്രമല്ല, നീ ഹോസ്റ്റ് ആയതും ന്യൂസ് ആങ്കർ ആയതും ഒക്കെ നിന്റെ കഴിവുകൊണ്ടാണെന്നാണോ നീ വിചാരിച്ചത്? ഒരിക്കലുമല്ല. ഹോമിങ്ങിന്റെ ലാഭത്തിന് വേണ്ടി മാത്രമാണ് നിന്നെ ആ പോസ്റ്റിലേക്ക് റെക്കമെൻഡ് ചെയ്തത്. നിനക്കതൊക്കെ നേടിത്തരാൻ വേണ്ടി പുള്ളി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇവളെ തകർന്നു പോവാണ്. ഇവള് ഒരിക്കൽ പോലും ഹോമിങ്ങിനോട് തന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. പക്ഷെ ഹോമിങ് ഇവളോട് ഹെൽപ്പ് വേണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓരോന്ന് അങ്ങനെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഇവൾക്ക് അതൊക്കെ ശരിയായിട്ട് തന്നെ തോന്നുകയാണ്. അവൻ തന്നെയാണല്ലോ ഇവളെ ന്യൂസ് ആങ്കർ ആവാനായിട്ട് ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തത്. ആളുകളെ കയ്യിലെടുക്കാൻ ഇവൾക്ക് പ്രത്യേക കഴിവുണ്ടെന്ന് ഹോമിങ്ങിന്റെ ഫസ്റ്റ് കാര്യത്തിൽ വെച്ച് തന്നെ ഇവന് മനസ്സിലായതാണ്. ഇവന്റെ ആ ഒരു ഇന്റർവ്യൂ അവളെ എങ്ങനെയാണ് നേടാൻ ശ്രമിച്ചത് എന്ന ആ ഒരു കാര്യം വഴി. സോ ഫാങ് പറയുന്നതൊക്കെ ഏതാണ്ട് ശരിയാണ് എന്ന് ഷൂയാന് മനസ്സിലാവുന്നു. അപ്പോഴേക്കും സ്കൂള് വിട്ട ഹോസ്റ്റൻ ആണെങ്കിൽ വളരെ സന്തോഷത്തില് ഷൂയാനെ കണ്ട് ചേച്ചി നിങ്ങൾ വന്നോ എന്ന് ചോദിച്ച് ഇവളുടെ അടുത്തേക്ക് വിളിച്ചോണ്ട് ഓടി വരികയാണ്. ഇവൾക്കാണെങ്കിൽ അവനോട് എന്ത് പറയണോന്ന് അറിയില്ല. ഇവൻ ഇത്രയും നാളും ഹോമിങ്ങിന്റെ അനിയനാണ് എന്ന് വിശ്വസിച്ചത് ഹോമിങ്ങിന്റെ മകനാണ് എന്ന് ഇവള് നല്ല രീതിയിൽ തകർന്നു നിൽക്കാണ്. ഇവള് മറച്ചു വെച്ചതിനേക്കാൾ വലിയ സത്യങ്ങളാണല്ലോ ഹോമിങ് ഇവളോട് മറച്ചു വെച്ചത്. ഇത്രയും നാളും ഇവള് അവന്റെ ഫാമിലിയെ സ്വന്തം ഫാമിലിയെ പോലെയാണ് കണ്ടത്. പക്ഷെ അവരെല്ലാവരും തന്നെ ഇവളെ ചതിക്കായിരുന്നല്ലോ. സോ ഇവൾക്ക് അതൊക്കെ ആലോചിച്ചിട്ട് നിൽക്കാനുള്ള ബലം പോലും കിട്ടുന്നില്ല. കാലൊക്കെ വിറക്കെയാണ്. അതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.